وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈദ് റബീന്റെ ഈ പ്രൗഢമായ ഈ വേദിയിൽ ദ്രോറാട്ടി ജനാധിപത്യത്തിൽ എന്താണ് ഒറ്റയാന്മാർക്ക് ചെയ്യാൻ കഴിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പനേരം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ദ്രോറാട്ടി അദ്ദേഹം നമ്മുടെ ഈ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനും കാപഢ്യത്തിനെയും അഴിമതികളെയും വിമർശിക്കാനുമായി സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ജനാധിപത്യം ലോകത്ത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും സംരക്ഷണമൊരുക്കുന്ന ഒരു ശക്തമായ സംവിധാനമാണെന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്നു. ജനങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഭരണകൂടം പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അങ്ങനെയാണ് ജനാധിപത്യത്തെ കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്: ഒറ്റയാന്മാർക്ക് ജനാധിപത്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ദ്രോറാട്ടി പോലെയുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരും ഈ വിഷയത്തെ ആഴത്തിൽ പരിഗണിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി, ശക്തിയുള്ളവർ ആഴത്തിൽ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് നിയന്ത്രണം സ്ഥാപിക്കുമ്പോൾ ഈ സാധാരണ ജനങ്ങളുടെ സ്വരം എവിടെയാണ് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ഒറ്റയാന്മാർക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും കഴിയുന്നത് ശക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെയാണ്. അവസാനമായി ദ്രോറാട്ടി നമ്മോട് പറയുന്നത് പോലെ, ഒരു വ്യക്തി സത്യവും ന്യായവും അടിസ്ഥാനമാക്കി തൻ്റെ ശബ്ദം ഉയർത്തുന്നത് ജനാധിപത്യത്തിന് നൽകുന്ന ഏറ്റവും നല്ലൊരു സംഭാവനയാണ്. ആധുനിക ലോകത്ത് സാങ്കേതികതയും സോഷ്യൽ മീഡിയയും വളരെ വൈകാട്ടികൾ ആകുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന സന്നദ്ധ സേവന മേഖല വളരെയധികം വിപുലമായി വികസിച്ചിരിക്കുന്നു. ദ്രോറാട്ടി സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ശബ്ദം ഉയർത്തിക്കൊണ്ട് സർക്കാർ നയങ്ങളെ വിമർശിക്കുകയും ജനങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു യുവപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ തുറന്നു കാട്ടാൻ മിടുക്കനായത് അദ്ദേഹത്തിൻ്റെ യാത്ര അങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജനാധിപത്യം എന്നത് ഒരു കള്ളമല്ല, മറിച്ച് അത് ജനങ്ങളെ ശബ്ദത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സ്മരണപ്പെടുത്തൽ മാത്രമാണ്. ഒറ്റയാന്മാരുടെ ശബ്ദം അതിശയിപ്പിക്കുന്നതും ശക്തിയുള്ളതുമാണ്. തെറ്റായ വിവരങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും നിലകൊള്ളാൻ അവർക്ക് കഴിയും. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾക്കായി ഒറ്റ വ്യക്തിയുടെ ശബ്ദം വളരെ ശക്തമാണ്. അവസാനമായി ദ്രോറാട്ടി നമ്മോട് പറയുന്നത് പോലെ, ഒറ്റയാന്മാർക്ക് വേണ്ടത് പോരാട്ടത്തിൻ്റെ ശബ്ദത്തെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടരുന്നു ജൂനിയർ പ്രസംഗം.